ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും ഒരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് നോക്കിയാലോ. മോർണിംഗ് ട്യൂഷനൊക്കെ പോകുന്നതുകൊണ്ട് തന്നെ നമ്മൾ 6 മണിക്ക് നേരത്തേക്ക് വേക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ഇതുപോലെ തന്നെ നല്ല ഇരുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളുടെ പൂച്ച രാവിലെ എഴുതിട്ട് അതിൻ്റെ ജോലികളൊക്കെ രാവിലെ ചെയ്ത് തീർക്കുന്നുണ്ട്. രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് അമ്മ ഉണ്ടാക്കിയിട്ടുള്ളത് ഇഡ്ഡലിയും സാമ്പാറും ആയിരുന്നു. നല്ല ചൂട് ഇഡ്ഡലിയും സാമ്പാറുമൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു രാവിലെ തന്നെ കഴിക്കാനായിട്ട്. അപ്പോൾ 2 ഇതുപോലത്തെ പാത്രത്തിലാക്കി നമ്മൾ സാമ്പാർ, അതിനുശേഷം ഒരു പാത്രത്തിൽ ഇഡ്ഡലിയും നമ്മൾ വെച്ചിട്ട് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പോവുകയാണ്. രാവിലെ തന്നെ നല്ല കോടമഞ്ഞൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ നല്ല തൊപ്പിയൊക്കെ വെച്ചിട്ടാണ് കേട്ടോ പോകുന്നത്. അച്ഛനാണ് നമ്മളെ കൊണ്ടുവിടുന്നത്. അപ്പോൾ ഇന്ന് സ്കൂളിൽ PTA മീറ്റിംഗ് ഒക്കെ ആയതുകൊണ്ട് തന്നെ ഉച്ചയ്ക്കാണ് കേട്ടോ സ്കൂളൊക്കെ വിട്ടത്. അപ്പോൾ ഇന്ന് നേരത്തെ വന്നു. ഇന്നപ്പോൾ സ്പെഷ്യലായിട്ട് നടന്നു വരാമെന്ന് വിചാരിച്ചു. നമുക്ക് നടന്നു വരാനാണ് കൂടുതൽ ഇഷ്ടം. അപ്പം നമ്മൾ നടക്കണമെന്ന് പറയുന്നതിന് കാരണം തന്നെ ഈ ഒരു മനോഹരമായിട്ടുള്ള വയലാണ്. അപ്പോൾ ഇതിൻ്റെ നടുക്കൂടെയൊക്കെ പോകാനും അവിടെ തോടിലൊക്കെ ഇഷ്ടംപോലെ മീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ മുമ്പൊക്കെ നല്ല നെൽകൃഷിയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതൊക്കെ മാറിയിട്ട് ഇപ്പോൾ വാഴക്കൃഷിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു തോടൊക്കെ മറികടക്കാൻ വേണ്ടിയിട്ട് അവിടെ ചെറിയ പോസ്റ്റൊക്കെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതുവഴിയിട്ടൊക്കെയാണ് നടന്നു പോവേണ്ടത്. അപ്പോൾ ഈ ഒരു വയലിൽ പോകുന്നതെന്ന് പറയുമ്പോൾ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ സാധനം. അപ്പോൾ ഇതിലിത്തിരി ചരിവൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ഇഷ്ടംപോലെ മീനുണ്ടായിരുന്നു. ഞാൻ പിന്നെ കുറച്ച് നേരമൊക്കെ നോക്കിക്കൊണ്ടിരുന്നു. നമുക്ക് പിന്നെ എടുക്കാനൊന്നും പറ്റിയിട്ടില്ലായിരുന്നു. അത് നല്ല സ്പീഡിൽ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ആ ഒരു അരുവിയിൽ നല്ല ക്ലിയർ ആയിട്ടുള്ള വാട്ടർ ആയിരുന്നു. നമുക്ക് പിന്നെ ഒരു പാലം മറികടക്കണം. അതിന് മുമ്പ് തന്നെ ഒരു മരം ഉണ്ട് കേട്ടോ. അപ്പം ആ ഒരു മരത്തിലെ ഒരു കാ നല്ല സ്പെഷ്യലാണ്. നമ്മൾ സ്കൂളിലൊക്കെ പോയിട്ട് വരുമ്പോൾ ഈ ഒരു കാ നമ്മൾ കഴിക്കാറുണ്ട്. ഇതിൻ്റെ പേരൊന്നും എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല. നമ്മൾ മുമ്പ് പഠിച്ചിരുന്ന സ്കൂളിലും ഇതുപോലെ തന്നെ ഒരു മരം ഉണ്ടായിരുന്നു കേട്ടോ. മറ്റേ അതിൻ്റെ കായാണെങ്കിൽ ഇതുപോലെ മഞ്ഞ കളറാവും, പിന്നെ അത് ചുവപ്പ് കളറാവും. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് പച്ച കളറാണ്. അപ്പോൾ ഇവിടെയും നല്ല അടിപൊളിയായിട്ടുള്ള തോടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം എനിക്കവിടെ പറ്റുന്നതൊക്കെ ഞാൻ അവിടെ നിന്ന് കളക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ഒരു കാ നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് വഴി രേഖപ്പെടുത്തുക. അപ്പോൾ ഇതിനകത്ത് ഇതുപോലെ എനിക്ക് 2 എണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നല്ല പഴുത്തിട്ടില്ല. എനിക്ക് നല്ല പഴുത്തിട്ടുണ്ടെങ്കിൽ അതൊരു റെഡ് കളറാവും. അങ്ങനെ നമ്മൾ നടന്ന് വീട്ടിലെത്തിയപ്പോഴത്തേക്കും നെയ്ബറായിട്ടുള്ള ഒരു കുട്ടി വന്നിട്ട് അവൻ്റെ ഒരു പ്രാവ് പറന്ന് പോയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു പ്രാവിനെ അന്വേഷിച്ചപ്പോഴത്തേക്കും അമ്മാമ്മയുടെ വീട്ടിൻ്റെ ആ ഒരു ഓടിൻ്റെ പുറത്താണ് കേട്ടോ അത് ഇരുന്നത്. കുറേ നേരം നമ്മൾ ശ്രമിച്ചിട്ട് ആ ഒരു പ്രാവ് അവിടെ നിന്ന് വരുന്നില്ലായിരുന്നു. അങ്ങനെ ആ പ്രാവ് ഒട്ടും വരാത്തത് കൊണ്ട് തന്നെ അമ്മ അടുക്കളയിൽ പോയിട്ട് കുറച്ച് ഗോതമ്പൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കൊടുത്തപ്പോഴത്തേക്കും പതുക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട് പ്രാവ്. അങ്ങനെ ആ ഒരു കുട്ടി കൊണ്ടുപോയി. നമ്മൾ വന്നപ്പോഴത്തേക്ക് ഉച്ചയ്ക്ക് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മ നമുക്ക് നല്ല ചോറൊക്കെ വിളമ്പി തന്നു. ഫസ്റ്റ് തന്നെ ഒരു പ്ലേറ്റിൽ ചോറിട്ടു. ആ ഒരു ചോറിൻ്റെ പിറകെ തന്നെ ഒരുപാട് കറികളും വന്നു തുടങ്ങി. ആദ്യം തോരൻ, വള്ളിപ്പയർ വെച്ചിട്ടുള്ള തോരനായിരുന്നു. പിന്നെ നല്ല കരുവാട് പൊരിച്ചതും, പിന്നെ അടുത്തതായിട്ട് നമ്മളുടെ നാരങ്ങ അച്ചാറും വന്നു തുടങ്ങി കേട്ടോ. ചോറിൻ്റെ കൂടെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു മീൻ കറി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫിഷ് ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത് നെത്തോലി അഥവാ കൊഴുവയാണ് കേട്ടോ. നമ്മളിവിടെ മിക്കതും പറയുന്നത് നെത്തോലി എന്നാണ്. അപ്പോൾ നമുക്ക് പച്ചയായിട്ട് അരച്ച് വയ്ക്കുന്നതാണ് കൂടുതലും താല്പര്യം. നല്ല ടേസ്റ്റാണ് അത് അങ്ങനെ വയ്ക്കുമ്പോൾ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വെളിയിറങ്ങിയപ്പോഴത്തേക്കും നമുക്ക് ഇത്തിരി കത്തിക്കേണ്ട പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ മുറ്റമൊക്കെ അടിച്ച് വാരി വേസ്റ്റൊക്കെ കത്തിച്ചു. പിന്നെ നമ്മൾ ഫ്രഷായി വന്നപ്പോഴത്തേക്കും അമ്മ നമുക്ക് നല്ല ചൂട് ചായയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഒരു ഈവനിങ് ടൈമൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ചായ കുടിക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ സ്പെഷ്യലായിട്ട് സ്നാക്സൊന്നും എടുക്കുന്നില്ല ചായയുടെ കൂടെ. നമ്മൾ മിക്കത് കാപ്പിയുടെ കൂടെയും പിന്നെ വൈകിട്ടും ഒക്കെയാണ് ചായ കുടിക്കുന്നത്. അതിനുശേഷം നമ്മളാണെങ്കിൽ പിന്നെ കോലം വരയ്ക്കാമെന്നൊക്കെ വിചാരിച്ചു. നമ്മൾ പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ഇതുപോലെ തന്നെ വിളക്ക് കത്തിക്കുന്നതിന് മുമ്പൊക്കെ ഇതുപോലെ കോലം വരയ്ക്കും. വലിയ രീതിയിലൊന്നും വരച്ചില്ലെങ്കിലും ഒരു ചെറിയ കോലമെങ്കിലും ഇടാൻ പറ്റുന്നത് നമ്മൾ മാക്സിമം ഇടാൻ ശ്രമിക്കും. അപ്പോൾ ഇന്ന് കളറിങ് പരിപാടി മണിക്കുട്ടിക്കായിരുന്നു. അപ്പോൾ ഇതുപോലെ നമ്മൾ
കോലമൊക്കെ സെറ്റാക്കിയപ്പോഴത്തേക്കും എന്തോ ഒരു ഫിനിഷിങ് കുറവായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ ഇങ്ങനെ അതിൻ്റെ ഓരോരോ മുകളിലായിട്ട് ഇതുപോലത്തെ ഒരു സാധനം കൂടെ വരച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല. കോലത്തിൽ ഇതെല്ലാം ഇൻക്ലൂഡഡ് ആണ്. നമ്മൾ പെട്ടെന്ന് തന്നെ കോലം ഇട്ട് തീർന്നു. നമുക്കൊരു ഡാൻസ് പ്രാക്ടീസ് ചെയ്യണമുണ്ടായിരുന്നു. നമ്മൾ ഈ ഡാൻസ് കളിക്കുമ്പോഴൊക്കെ ഉണ്ണിക്കുട്ടനെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, നല്ലൊരു ഹാപ്പി മൂഡിലായിരുന്നു അവൻ. അങ്ങനെ ഡാൻസ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇച്ചിരി പഠിക്കാമെന്നൊക്കെ വിചാരിച്ചു. നമ്മളിവിടെ പഠിക്കാനൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ഒരു ലെസൺ ഞാൻ മലയാളമാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ അങ്ങനെ ടെക്സ്റ്റൊക്കെ എടുത്ത് വായിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാത്രി തന്നെ ഡിന്നറൊക്കെ അമ്മ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പഠിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം അത് കഴിക്കാനായിട്ട് ഞാൻ പോയി. ചോറും പിന്നെ നെത്തോലി മീൻകറിയും തോരനും നല്ല പൊരിച്ച മീനും പിന്നെ അച്ചാറും മുട്ടയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് അടിപൊളിയായിട്ടിരുന്ന് കഴിച്ചു. എല്ലാം കൂടെ ഒന്ന് ചേർത്ത് കഴിച്ചപ്പോൾ ഒരു സ്പെഷ്യൽ എക്സ്പീരിയൻസ് ആയിട്ട് തോന്നിയിരുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ആരും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഞാൻ കിടന്ന് ഉറങ്ങാൻ പോവുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.